വരെ ഈ ഗ്രാമം സന്തോഷത്തിൽ തുള്ളിച്ചാടുകയായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഈ ഗ്രാമത്തിന് ആരുടെയോ കണ്ണു പെട്ടെന്ന് തോന്നുന്നു. ഒരേ രാത്രിയിൽ ഗ്രാമത്തിൽ 10 പേർ മരിച്ചിരിക്കുകയാണ്. അതും അത്ര ക്രൂരമായ ഒരവസ്ഥയിൽ. അതായത് മരിച്ചതിന് ശേഷം പോലും അവരുടെ കണ്ണുകൾ തുറന്നിരുന്നു. പിന്നെ അവരുടെ മുഖത്ത് ഒരു പേടിയുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. മാധവ്പൂരിന്റെ മേലെ ഒരു കറുത്ത നിഴൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാവരുടെ മരണവും തീയ ശക്തി കൊണ്ടാണ് നടക്കുന്നത്. പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടതും ഗ്രാമത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പേടി വീണ്ടും ഒരുപാട് കൂടാൻ തുടങ്ങി. എല്ലാരും പേടി കാരണം ഉറഞ്ഞുപോയി. പണ്ഡിതരെ, ഈ ശവങ്ങളെല്ലാം കല്ലായി മാറിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്, തീയ ശക്തി കാരണം മരിച്ച ശവങ്ങൾ ഒന്ന് വളരെ വെയിറ്റായി പോകും, അല്ലെങ്കിൽ വെയിറ്റ് ഇല്ലാതെ പോകും. ചില സമയങ്ങളിൽ ആ ശവങ്ങൾ സ്വയം തന്നെ പറക്കാൻ തുടങ്ങും. പിന്നെ അതിൽ നിന്ന് ചില ഭയങ്കരമായ ശബ്ദങ്ങൾ കേൾക്കും. പണ്ഡിതന്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് പുറത്തു വന്നതും ആ പ്രേതം തന്നെത്താനെ അനങ്ങാൻ തുടങ്ങി. പിന്നെ അതിൽ നിന്നും ഒരു ഭയങ്കരമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഏതോ ഒരു ഹൃദയം നിലവിളിക്കുന്നത് പോലെ തോന്നി. ഇത് കേട്ടതും പണ്ഡിതനും ഗ്രാമത്തിലുള്ള ആളുകളും പേടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ട് തലവന്റെ വീട്ടിലേക്ക് ചെന്ന് എത്തി. തലവൻ സാറേ, ഞങ്ങളെ രക്ഷിക്കൂ. ഗ്രാമത്തിൽ ഏതോ ഒരു തീയശക്തി വരുന്നുണ്ട്. അതെ തലവൻ സാറേ, ഒറ്റ രാത്രിയിൽ നമ്മുടെ ഗ്രാമത്തിൽ 10 പേർ ചത്തുപോയി. മാത്രമല്ല അവരുടെ ശരീരത്തിൽ വ്യത്യാസമായ ഒരു അടയാളമും ഉണ്ട്. ആരോ അവരുടെ മേലെ തീയ മന്ത്രങ്ങൾ ഉപയോഗിച്ചതുപോലെയുള്ളത്. ഇപ്പോഴാണ് എനിക്ക് വിഷയം അറിഞ്ഞു, ഈ തീയ മന്ത്രങ്ങൾ ആരാണ് ചെയ്യുന്നതെന്ന്. അവൻ്റെ പേര് പറയൂ തലവൻ സാറേ. അവനെ ജീവന്തോ വിടാൻ പാടില്ല. എൻ്റെ കൂടെ വരൂ. തലവൻ ഗ്രാമത്തിലെ ജനങ്ങളെ എല്ലാം ഒരു വലിയ കാട്ടിനകത്തേക്ക് കൊണ്ടുപോയി. അവിടെ ജനങ്ങൾ നോക്കി. ഒരു ലേഡി മരത്തിന് താഴെ ഇരുന്നു കൊണ്ട് ഏതോ പൂജ ചെയ്തുകൊണ്ടിരുന്നു. അവൾ ഏതോ ദുഷ്ക്രിയകൾ ചെയ്യാൻ മന്ത്രം പറയുന്നത് പോലെയാണ് തോന്നിയത്. ഗ്രാമത്തിലെ ജനങ്ങൾ വലിയ ദേഷ്യത്തോടെ എന്തു ചെയ്തെന്നാൽ ആ സ്ത്രീയെ അടിക്കാനായി ചെന്നു. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ആ ലേഡി വീണ്ടും വീണ്ടും ഗ്രാമത്തിലെ ജനങ്ങളെ തടയാനായി ശ്രമിച്ചു. അവൾ എന്തോ പറയാൻ വരികയാണ്. പക്ഷെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ അവൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. പിന്നെ അവളെ അതേ മരത്തിൽ കെട്ടിവെച്ച് തീയിട്ട് കത്തിച്ചു കളഞ്ഞു. ഒരു ചെറിയ പയ്യൻ കുറച്ച് ദൂരെ നിന്നുകൊണ്ട് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സ്ത്രീ മരിച്ചതിന് ശേഷം ഗ്രാമത്തിൽ മരണത്തിന്റെ അവസ്ഥ കുറഞ്ഞു. അതുകൊണ്ട് തലവൻ സാറിന്റെ മര്യാദ വീണ്ടും കൂടി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ശീതളും വലിയ പെൺകുട്ടിയായി. തലവൻ സാർ ആ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കണമെന്ന് കരുതി. ഞാൻ രാവിലെ ഒരു ഫോട്ടോ അയച്ചല്ലോ, അത് നീ കണ്ടോ? ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്തല്ലോ, ഗുഡ് മോർണിംഗ് എന്ന്. ഗുഡ് മോർണിംഗ് ഫോട്ടോയെക്കുറിച്ചല്ല, ഞാൻ ചെറുക്കൻ്റെ ഫോട്ടോയെക്കുറിച്ചാണ് പറയുന്നത്. അമ്മേ, ഞാൻ തന്നെ ഒരു ചെറുക്കനെ നോക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എന്ത്? ആരാണ് ആ ചെക്കൻ? അവൻ്റെ പേരെന്താ? കുടുംബത്തിനെ ചേർന്നവനാണ്. നമ്മൾ താക്കൂറാണ്. മറ്റുള്ള ജാതി ആൾക്കാരനെ എന്നെ കൊണ്ട് നിനക്ക് കല്യാണം ചെയ്തു വെക്കാൻ പറ്റില്ല. അച്ഛാ, അജയും ടാഗൂറാണ്. നാളെ വന്ന് നോക്കാൻ പറയൂ. ആദ്യം നോക്കാം, അതിനുശേഷം കല്യാണം ചെയ്യണോ ഇല്ലയോ നിർണയിക്കാം. ശരി അച്ഛാ. ശീതൾ അജയിനെ കാണാനായി വന്നു. എന്നിട്ട് തൻ്റെ അച്ഛനോട് എങ്ങനെ പെരുമാറണമെന്ന് അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം ഇതുപോലെ മോശമായ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ മുൻപിൽ വന്ന് നിൽക്കല്ലേ. ഷർട്ടിലെ ബട്ടൺ ഇട ആദ്യം. പിന്നെ ദാടി ക്ലീൻ ഷേവ്. ചെന്നതും തന്നെ കാൽക്കൽ വീണ് വണങ്ങണം. വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറ, അതും ജ്ഞാപകം വെച്ചോളാം. പിന്നെ അച്ഛൻ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചാൽ നീ എന്തു പറയും? 15,000. ഇതിനേക്കാളും അധികം സാലറി എൻ്റെ വീട്ടിലെ ജോലിക്കാരന് എൻ്റെ അച്ഛൻ നൽകുന്നു. നീ അവനെ തന്നെ കല്യാണം കഴിച്ചോ? സെയിം കാസ്റ്റ് അല്ലല്ലോ. ഞാൻ ടാഗൂർ, അയാൾ സിന്ന. ഒരേ ഒരു ലെറ്ററാണ് വ്യത്യാസമുള്ളത്. അജയ് ശീതളിന്റെ അച്ഛനെ കാണാനായി മാധവ്പൂരിലേക്ക് വന്നു. ഗ്രാമത്തിൽ കാലടി എടുത്തു വെച്ചതും അജയ്ക്ക് ഒരു വ്യത്യാസമായ നിഴൽ കാണാൻ സാധിച്ചു. അജയ് മാധവ്പൂരിനെ വളരെ വിചിത്രമായി നോക്കി. അതായത് ഈ ഗ്രാമത്തിനോടൊപ്പം പഴയ ഏതോ ബന്ധമുള്ളതുപോലെ. എങ്ങനെയോ അജയ് ശീതളിന്റെ വീട്ടിലേക്ക് ചെന്നെത്തി. നോക്കു മോനെ, നിന്റെ വീട്ടിൽ എവരൊക്കെ ഉണ്ട്? ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത് അങ്കിൾ. പക്ഷേ ശീതൾ എൻ്റെ അടുത്ത് നിന്റെ അമ്മയും അച്ഛനും നിന്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞത്. എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ മുഖ്യമായ കാര്യമായിട്ട് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്.
അജയ് തലവനോട് തന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ അവന് എന്തോ മറയ്ക്കുന്നതുപോലെ തോന്നി. പിന്നെ ശീതളിന്റെ ഫാമിലിക്കും അജയെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ കല്യാണവും നിശ്ചയിക്കപ്പെട്ടു. ഇന്ന് അജയുടെയും ശീതളിന്റെയും കല്യാണമാണ്. ശീതളിന്റെ കൊച്ചിച്ചൻ ആ കല്യാണത്തിന് പോകാനായി പുറപ്പെട്ടു. അപ്പോഴാണ് അടുത്ത റൂമിൽ നിന്നും അജയ് നിലവിളിക്കുന്ന ശബ്ദം കേട്ടത്. കൊച്ചച്ച, രക്ഷിക്കൂ, രക്ഷിക്കൂ, എവരെങ്കിലും ഉണ്ടോ? അജയുടെ ഈ ഭയങ്കരമായ ശബ്ദം കേട്ടിട്ട് കൊച്ചിച്ചന്റെ മനസ്സിൽ പേടി തോന്നാൻ തുടങ്ങി. അജയ്, നീ താഴെയല്ല ഉള്ളത്. പക്ഷേ ഇവിടെ ഉള്ള റൂമിൽ എവരാണ് നിലവിളിക്കുന്നത്? ഒരു പക്ഷേ നീ മുകളിലേക്ക് വന്നിട്ടുണ്ട് എന്തോ? ഇങ്ങനെ ചിന്തിച്ചിട്ട് കൊച്ചിച്ചൻ റൂമിനകത്തേക്ക് ചെന്നതും തന്നെ കണ്ടു ഒരു മൂലയിൽ അജയ് വളരെ പേടിച്ച് ഇരിക്കുകയായിരുന്നു. എന്തു പറ്റി മോനെ? നിങ്ങളുടെ പുറകിൽ എവരോ ഉണ്ട്, നോക്ക്. കൊച്ചിച്ചൻ നോക്കി. അജയ് ചെമുരിൽ പാമ്പിനെ പോലെ ഇഴഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. കൊച്ചിച്ചൻ ഇതൊക്കെ കണ്ട് ഒരുപാട് പേടിക്കാൻ തുടങ്ങി. അജയ് അവനല്ലേ? അപ്പോൾ നീ ആരാണ്? അജയ് കൊച്ചിച്ചനെ നോക്കി ഒരു ഭയങ്കരമായ ചിരി ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് കൊച്ചിച്ചൻ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. പക്ഷേ കതക് തന്നെത്താനെ മൂടി. അജയ് കൊച്ചിച്ചന്റെ മേലിലേക്ക് ചാടി വീണു. പിന്നെ അദ്ദേഹം അവിടെ തന്നെ മരിച്ചുപോയി. എല്ലാരും കൊച്ചിച്ചന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ശുഭമുഹൂർത്തം പോയിക്കൊണ്ടേയിരുന്നു. ശീതൾ കൊച്ചിച്ചനെ ഫോണിൽ വിളിച്ചു. പക്ഷേ ഒരു മറുപടിയും ഇല്ലായിരുന്നു. ഇപ്പോൾ കൊച്ചിച്ചൻ ഫോണും എടുക്കുന്നില്ല. തലവൻ സാറേ, ശുഭമുഹൂർത്തം പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞെങ്കിൽ കല്യാണ കാര്യങ്ങൾ തുടങ്ങിക്കോളാം. ശരി, നിങ്ങൾ തുടങ്ങിക്കോളൂ. പണ്ഡിതൻ കല്യാണം നടത്തിവെച്ചു. കല്യാണം നടന്നു കഴിഞ്ഞതും തന്നെ വീട്ടിലെ ജോലിക്കാരൻ അവിടേക്ക് ഓടി വന്നു. മുതലാളി, ഉമേഷ് സാറ് വീട്ടിൽ മരിച്ചു കിടക്കുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കി. ഉമേഷിന്റെ ഡെഡ് ബോഡി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നിരുന്നു. പിന്നെ മുഖം കാണാൻ വളരെ ഭയങ്കരമായിരുന്നു. മരിച്ചതിന് ശേഷവും കണ്ണ് തുറന്നിട്ടുണ്ട്. മുഖം നോക്ക്, അത് വളരെ ഭയങ്കരമായിട്ടുണ്ട്. ഇന്ന് തൊട്ട് 15 കൊല്ലങ്ങൾ മുൻപ് ഒരേ രാത്രിയിൽ ഗ്രാമത്തിൽ 15 പേർ ചത്തുപോയിട്ടുണ്ട്. അപ്പോഴും എല്ലാവരുടെ കണ്ണുകളും ഇങ്ങനെയാണ് തുറന്നിരുന്നത്. എല്ലാവരുടെ മുഖവും ഇങ്ങനെയാണ് കാണാൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. യാരോ തീയ മന്ത്രങ്ങൾ കൊണ്ടാണ് ഇവരെ കൊന്നിട്ടുണ്ട്. ഇത് കേട്ടതും ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ചുപോയി. ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടത് എന്താണെന്നാൽ മന്ത്രവാദം ചെയ്ത് മരിച്ചവരുടെ ശരീരം ഒന്ന് ഒരുപാട് ഭാരമാകും, അല്ലെങ്കിൽ വളരെ ലഘുവാകുമെന്ന് പറയും. സമയങ്ങളിൽ ആ ശവങ്ങൾ സ്വയം തന്നെ പറക്കാൻ തുടങ്ങും. പിന്നെ അതിൽ നിന്ന് ചില ഭയങ്കരമായ ശബ്ദങ്ങൾ കേൾക്കും. പണ്ഡിതൻ ഈ വാക്ക് പറഞ്ഞതും തന്നെ വെളിച്ചം മറയാൻ തുടങ്ങി. കാറ്റത്ത് ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഡെഡ് ബോഡി തന്നെ അനങ്ങാൻ തുടങ്ങി. പിന്നെ അതിൽ നിന്നും ഒരു ഭയങ്കരമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതായത് ഹൃദയം നിലവിളിക്കുന്നത് പോലെ. ഇത് കണ്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. ആ പ്രേതത്തിനടുത്തായി പണ്ഡിതനും തലവനും മാത്രം നിന്നുകൊണ്ടിരുന്നു. ഇതുപോലെ തന്നെ നടന്നാൽ എൻ്റെ അനിയൻ്റെ അവസാനത്തെ ചടങ്ങുകൾ പോലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്തു ചെയ്യാനാ? പണ്ഡിതരെ, എന്തെങ്കിലും ഒരു വഴി പറയൂ. നിങ്ങളുടെ അനിയൻ്റെ ശരീരത്തിൽ ഏതോ ഒരു തീയ ശക്തി നുഴഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു മന്ത്രവാദിനെ കൂട്ടിക്കൊണ്ടുവരൂ. അവര് തീർച്ചയായും ഇതിന് ഒരു ഉത്തരം പറയും. തലവൻ സാറ് പണ്ഡിതനോടൊപ്പം ചേർന്ന് മന്ത്രവാദിയെ തേടി ചെന്നു. ഡെഡ് ബോഡിയുടെ അടുത്ത് ആരുമില്ലായിരുന്നു. ഡെഡ് ബോഡി തനിയെ തന്നെ കിടന്നു. പിന്നെ അതിൽ ഭയങ്കരമായ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. കുറച്ചു സമയത്തിനകം തലവൻ സാറും പണ്ഡിതനും മന്ത്രവാദിയെ വിളിച്ചുകൊണ്ട് തിരികെ വന്നപ്പോൾ ആ സ്ഥലത്തെ ഡെഡ് ബോഡി കാണാതായിരിക്കുകയായിരുന്നു. ആ ശരീരം എവിടെ പോയി? ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. തെറ്റു നടന്നുപോയി. ആരാണ് ആ തീയ മന്ത്രങ്ങൾ ചെയ്തത്? അവരാണ് ശരീരത്തെ മായമാക്കിയത്. ഒരുപക്ഷെ ആ ശരീരം ഇങ്ങോട്ട് ഇരുന്നിരുന്നാൽ ആ തീയ ശക്തിയെ ഉപയോഗിച്ചത് ആരാണെന്ന് ഞാൻ തീർച്ചയായും പറഞ്ഞിട്ടുണ്ടാവും. എല്ലാരും ആഴ്ന്ന് ചിന്തിക്കാൻ തുടങ്ങി. ആ പ്രേതം എടുത്തത് ആരാണെന്ന് മനസ്സിലായില്ല. ഈ ഗൂഢോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഇത് രാത്രി ഇരുട്ട്. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തീർച്ചയായും അറിയണം ഈ ഭയങ്കരമായ അവസ്ഥയിൽ നിന്നും ആരിവരെ രക്ഷിക്കുമെന്ന്. മാധവ്പൂരിന്റെ ഇരുട്ട് വീണ്ടും കൂടിക്കൊണ്ടേ പോകുന്നു. തലവന്റെ അനിയന്റെ ഡെഡ് ബോഡി കാണാതെ പോയത് ഒരു ഭയങ്കരമായ കാര്യമായി മാറി. ഗ്രാമത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പേടി നിറഞ്ഞിരുന്നു. ആക്ച്വലി ആരാണ് ആ പിശാച് കൂടോത്രങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പോഴാണ് വീട്ടിലെ ജോലിക്കാരൻ അവിടേക്ക് ഓടി വന്നത്.
സാർ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇന്നലെ രാത്രി അജയ് സാറ് സെയിലിംഗിൽ നടന്നു പോകുന്നത് കണ്ടതാണ്. കുറച്ച് സമയം കളിച്ച് വീട്ടിലേക്ക് പോയി കാണുമ്പോൾ കൊച്ചച്ഛൻ മരിച്ചുപോയി കിടന്നു. ജോലിക്കാരൻ ഇങ്ങനെ പറഞ്ഞതും എല്ലാരും തിരിഞ്ഞ് അജയെ നോക്കി. അജയുടെ മുഖം പേടിച്ച് വിളറിപ്പോയിരുന്നു. അവൻ എന്തോ പറയാനായി വന്നു. തലവൻ സംസാരിക്കാൻ തുടങ്ങി. നീ എന്താ നിന്റെ ഇഷ്ടത്തിന് പറയുന്നത്? അജയ് എങ്ങനെയാണ് സെയിലിംഗിൽ നടക്കാൻ പറ്റും? എപ്പോഴും അദ്ദേഹം ലഹരിയിലാണ്, ഇപ്പോഴും ലഹരിയിലായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ചേച്ചി, ഇന്നലെ രാത്രി ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കണ്ട എല്ലാ കാര്യങ്ങളും നേരാണ്. ജോലിക്കാരൻ പറഞ്ഞത് ആരും വലുതായി കൂട്ടാക്കിയില്ല. കാരണം എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു മദ്യപാനിയാണെന്ന്. സമയം രാത്രിയായി. ശീതളും അജയും ഉറങ്ങുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് അജയ് കൺമിഴിച്ചു നോക്കി. ക്ലോക്കിൽ അപ്പോൾ സമയം 1 മണി. അജയ് ശാന്തമായി വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. ഏതോ അവൻ്റെ പുറകിൽ ഒരു പ്രേതമുള്ളതുപോലെ അവൻ ശ്മശാനത്തിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ മൺവെട്ടി വെച്ച് അവൻ ഒരു കുഴി തോണ്ടാൻ തുടങ്ങി. കുഴി തോണ്ടിയതും തലവൻ്റെ അനിയൻ ഉമേഷിൻ്റെ പ്രേതം പുറത്തേക്ക് വന്നു. അജയ് ആ പ്രേതത്തിന്റെ മുൻപിൽ നിന്ന് മന്ത്രങ്ങൾ പറയാൻ തുടങ്ങി. ഓം തംസോ വജ്രക്രോധയ സങ്കടാഹരം മൃതം ജയ. മന്ത്രങ്ങൾ പറയും തോറും അവന്റെ കണ്ണുകൾ തുറന്നു. ചുവന്ന് വളരെ ഭയങ്കരമായി ഒരു പ്രേതം അവന്റെ അകത്ത് ഉള്ളതുപോലെ ഉമേഷിന്റെ ഡെഡ് ബോഡി പതുക്കെ എണീറ്റ് നിന്നു. പിന്നെ അത് പറന്ന് പതുക്കെ ഗ്രാമത്തിലേക്ക് ചെന്നു. രാത്രിയുടെ ശാന്തത വളരെ അധികമായിരുന്നു. ഉമേഷിന്റെ ശരീരം ഏതോ ഒരു പ്രേതാത്മാവിനെ പോലെ റോട്ടിൽ കൂടി പറന്നു പോവുകയായിരുന്നു. അത് ഒരു വീടിന്റെ കതകിൽ തട്ടി. എന്നിട്ട് തന്റെ ഭയങ്കരമായ ശബ്ദം കൊണ്ട് വിളിച്ചു, ദിലീപ്, ദിലീപ്. ദിലീപ് ഉറക്കത്തിൽ നിന്നും എണീറ്റു. ഉമേഷിന്റെ ശബ്ദം കേട്ടതും അവൻ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഇത് ഉമേഷിന്റെ ശബ്ദമല്ലേ? അദ്ദേഹം എങ്ങനെ ഇവിടേക്ക് വരാനാണ്? കതക് തുറക്കല്ലേ. ഭാര്യ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും ദിലീപ് വീടിന്റെ കതക് തുറന്നു. കതക് തുറന്നു നോക്കിയതും ദിലീപ് പേടിച്ച് വിറച്ചു നിന്നുപോയി. ഉമേഷിന്റെ കണ്ണ് ചുമന്നിരുന്നു. ഏതോ ഒരു പിശാചിന്റെ രൂപം പോലെ. ഉമേഷ്, നീ? ഉമേഷ് ഒരു പ്രേതത്തിന്റെ ചിരിയോടുകൂടി ദിലീപിന്റെ തലയിൽ പിടിച്ചു കഴുത്തിനെ ഒടിച്ചു. ദിലീപ് അവിടെ തന്നെ മരിച്ചുപോയി. ഒരേ രാത്രിയിൽ ഉമേഷിന്റെ ആത്മാവ് ഗ്രാമത്തിലുണ്ടായിരുന്ന പലരുടെയും കതക് തട്ടാൻ തുടങ്ങി. മുഴുവൻ ഗ്രാമവും പേടിയുടെ ഇരുട്ടിൽ മൂழ்കിപ്പോയി. തലവന്റെ ഗ്രാമം വീണ്ടും ഒരു വട്ടം പേടി എന്ന ഇരുട്ടിൽ മൂழ்കിപ്പോയി. ദിലീപിന്റെ ഭാര്യയും ഗ്രാമത്തിലെ കുറച്ച് ജനങ്ങളും തലവനോട് ഉമേഷിന്റെ ആത്മാവിനെക്കുറിച്ച് പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. തലവന്റെ മുഖം ആകെ വിളറിപ്പോയി. ഇതെല്ലാം എങ്ങനെയാണ് സാധ്യം? ചത്തുപോയ ഒരു മനുഷ്യൻ എങ്ങനെ ശബ്ദമിടാൻ പറ്റും? ഇവിടെ നോക്ക് തലവൻ സാറേ, കുറച്ച് ശ്രദ്ധയോട് കേൾക്കണേ. രാത്രി സമയത്ത് ഉമേഷാണ് എല്ലാവരുടെ വീട്ടിലേക്കും ചെന്ന് വിളിക്കുന്നു. ആ ശബ്ദം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഏതോ ഒരു ചകുത്താൻ അവൻ്റെ ശരീരത്തിൽ കൊണ്ടതുപോലെ ഉണ്ട്. അതെ, അവൻ്റെ ശരീരത്തിൽ ഒരു ചകുത്താനാണ് ഉള്ളത്. നമ്മൾ ആദ്യം ഉമേഷിൻ്റെ ശരീരത്തിനെ കണ്ടുപിടിക്കണം. പക്ഷേ താന്ത്രികരെ, ആ തീയ മന്ത്രങ്ങൾ ആരാണ് ചെയ്യുന്നത്? 7 ദിവസങ്ങൾക്ക് ശേഷം അമാവാസ രാത്രിയാണ്. എല്ലാ രഹസ്യങ്ങളും അന്ന് തെരിയും. ഞാൻ ഗുപ്തസാധന ചെയ്യാൻ പോകുന്നത്. നല്ല ശക്തികളെ ഞാനിപ്പോൾ ഉരുവാക്കാൻ പോകുന്നത്. ഗ്രാമത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു. അതായത് അടുത്ത 7 ദിവസം വരെ വീട്ടിൽ നിന്നും ആരും പുറത്തേക്ക് വരരുതെന്ന്. ശീതൾ ആകെ വിഷമത്തിലായി. ഏതോ ഒരു ഭയങ്കരമായ സത്യം അവളുടെ മനസ്സിനെ ഉലുക്കുന്നതുപോലെ തോന്നി. ഇവിടെ നോക്കുമോളെ, നീ എന്താ ആലോചിക്കുന്നത്? കുറേ ആലോചിക്കണ്ട. അമാവാസ രാത്രി ആ താന്ത്രികർ യാഗം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ രഹസ്യങ്ങളും അറിയും. അച്ഛാ, ഇതിന്റെയൊക്കെ പുറകിൽ അജയ് ആണെന്ന് എനിക്ക് തോന്നുന്നു. വേലക്കാരൻ പറഞ്ഞത് നേരാണ്. എന്ത്? നീ എന്താ മോളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ അച്ഛാ, ഇന്നലെ ഗ്രാമത്തിൽ 25 പേര് മരിച്ചിരിക്കുന്നു. ഞാൻ രാത്രി കണ്ണു തുറന്നു നോക്കിയപ്പോൾ അജയ് എൻ്റെ അടുത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ആ അജയനെ പറ്റി നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ അവൻ്റെ അമ്മയച്ഛനെ കാണണം. അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ഇല്ല. അദ്ദേഹം ഒരു അനാഥയാണ്. പക്ഷേ അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ കൂടെ ഉണ്ടെന്ന് നീയല്ലേ പറഞ്ഞത്? അത് ഞാൻ നുണ പറഞ്ഞതാണ്. നിങ്ങളൊരു അനാഥനെ എന്നെ കെട്ടിച്ചു കൊടുക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നുണ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കും.
ശീതൾ സീതാപൂരിലേക്ക് പുറപ്പെട്ടു പോയി. കാരണം അജയ് അവളെ ആദ്യമായി കണ്ടപ്പോൾ സീതാപൂരിലുള്ളവനാണെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉള്ളവർ ഒരു ഭയങ്കരമായ സത്യം പറഞ്ഞു. അജയ് ഈ ഗ്രാമത്തിലെ ആൾക്കാരല്ല. അവൻ 6 വയസ്സുള്ളപ്പോൾ അപ്പോഴാണ് ഇവിടെ വന്നത്. പിന്നെ അനാഥാശ്രമത്തിലാണ് താമസിച്ചത്. ആ അനാഥാശ്രമം എവിടെയാണുള്ളത്? അനാഥാശ്രമത്തിനെ എവരിനോ കത്തിച്ചു കഴിഞ്ഞു. ആ അജയാണ് അവനെ എരിച്ചതെന്ന് എല്ലാവരും പറയും. പക്ഷെ അജയ് എന്തിനാണ് അനാഥാശ്രമത്തിനെ കത്തിച്ചത്? അവൻ്റെ സ്വഭാവം ശരിയല്ല. അവൻ അനാഥാശ്രമത്തിൽ തീയ മന്ത്രങ്ങൾ ചെയ്തു. അതുകൊണ്ട് അവനെ പുറത്താക്കിയിട്ടുണ്ട്. ദേഷ്യത്തിൽ അവൻ അനാഥാശ്രമത്തിന് തീ വെച്ച് കഴിഞ്ഞു. ഇത് കേട്ടതും ശീതൾ ആകെ ഞെട്ടിപ്പോയി. ഇപ്പോൾ അവൾക്ക് വിശ്വാസം വന്നു. മാധവ്പൂരിന്റെ ഭയങ്കരത്തിന് കാരണം അജയ് തന്നെയാണെന്ന് മനസ്സിലാക്കി. പക്ഷെ അവൻ എന്തിനിങ്ങനെ ചെയ്യുന്നുവെന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി. ഇത് കാരണം അവൻ എന്താണ് കിട്ടുന്നത്? സീതാപൂരിൽ നിന്നും തിരികെ വരുമ്പോൾ ശീതൾ ആകെ പേടിച്ചിരുന്നു. മാധവ്പൂരിൽ ഇരുട്ട് ഒരു പ്രേതം പോലെ മൂழ்കിയിരുന്നു. റോഡൊക്കെ വളരെ ശാന്തമായിരുന്നു. പേടി കാരണം ആരും വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. ശീതൾ വീട്ടിലേക്ക് വന്നെത്തി. പക്ഷെ അജയെ വീണ്ടും വീട്ടിൽ കണ്ടില്ല. അജയ് അജയ് തലവൻ മന്ത്രവാദിയോടൊപ്പം എന്തോ ആലോചന ചെയ്യുകയായിരുന്നു. എന്തു പറ്റി മോളെ? അച്ഛാ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ തിരക്കി. ഗ്രാമത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ, അതിന് കാരണം അജയ് തന്നെയാണ്. ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിഞ്ഞത്? ഇന്ന് ഞാൻ സീതാപൂരിലേക്ക് പോയിരുന്നു. അജയ് അനാഥാശ്രമത്തിലാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഗൂഢോത്രമൊക്കെ ചെയ്യുമെന്നും അദ്ദേഹത്തെ അവിടെ നിന്നും തുരത്തിയത്രേ. അതുകൊണ്ട് അദ്ദേഹം അനാഥാശ്രമത്തിനെ കത്തിച്ചു കളഞ്ഞു. ഇപ്പോൾ ഇവിടെയും അതാണ് ചെയ്യുന്നത്. നമ്മൾ വേഗം തന്നെ അവനെ കണ്ടുപിടിക്കണം. അവൻ എവിടെയോ എന്ത് യാഗം ചെയ്യുന്നു. മന്ത്രവാദി തലവൻ പിന്നെ ശീതൾ ഗ്രാമത്തിൽ അജയെ തേടി പുറപ്പെട്ടു. പക്ഷെ അവനെ എവിടെയും കണ്ടില്ല. രാത്രി സമയം 1 ആയി. വളരെ തളർന്ന് തിരികെ വരുമ്പോൾ അവർക്ക് ശ്മശാനത്തിൽ തീ കത്തുന്നത് കാണാൻ സാധിച്ചു. ഈ ശ്മശാനത്തിൽ എങ്ങനെയാണോ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ആ അജയ് യാഗം ചെയ്തുകൊണ്ടിരിക്കും. വരൂ ചെന്ന് നോക്കാം. ശ്മശാനത്തിന്റെ അവസ്ഥ ഭയങ്കരമായിരിക്കുന്നു. തലവൻ, മന്ത്രവാദി പിന്നെ ശീതൾ അവിടേക്ക് പോയി. എന്നിട്ട് നോക്കി, അജയ് യാഗകുണ്ഡത്തിന് മുൻപിലായി ഗൂഢോത്രം ചെയ്യുകയായിരുന്നു. മുൻപിൽ ഉമേഷിന്റെ പ്രേതമുണ്ടായിരുന്നു. പിന്നെ അതിന്റെ അടുത്ത് ഒരുപാട് മരപ്പാവകളും ഉണ്ടായിരുന്നു. നീ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 15 കൊല്ലങ്ങൾ മുൻപ് നിങ്ങൾ എന്ത് ചെയ്തു അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ എന്താണ് ചെയ്തത്? ആ സത്യത്തിനെ നീ നിന്റെ വായ് കൊണ്ട് പറയാൻ പോകുന്നത്. അത് കേൾക്കാൻ നീ ഉണ്ടെങ്കിലേ ഞാൻ പറയുന്നത് നീ കേൾക്കും. മന്ത്രവാദി മന്ത്രം പറയാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം മന്ത്രം പറയാൻ തുടങ്ങിയതും തന്നെ അജയ് മന്ത്രവാദിയുടെ മരപ്പാവയെ യാഗകുണ്ഡത്തിലേക്ക് എറിഞ്ഞു. ആ പാവ കത്തിയതും മന്ത്രവാദി അവിടെ തന്നെ എരിഞ്ഞു ചാമ്പലായി. ഇത് കണ്ടിട്ട് തലവൻ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഈ മുഴുവൻ ഗ്രാമത്തിനെയും ഉടലായിട്ട് മാറ്റിക്കഴിഞ്ഞു. ഓരോരാളായിട്ട് കത്തിച്ച് എല്ലാവരെയും നശിപ്പിക്കും. അതായത് നിങ്ങൾ എല്ലാവരും എൻ്റെ അമ്മേനെ കത്തിച്ചതുപോലെ. എന്ത്? ആരാണ് നിങ്ങളുടെ അമ്മയെ കൊന്നത്? സത്യത്തിനെ ഇവിടെ ഉള്ള തലവരാണ് പറയേണ്ടത്. നിർത്ത്, ഞാൻ എല്ലാ സത്യവും പറയുന്നുണ്ട്. അതെ, ഗ്രാമത്തിലെ ജനങ്ങൾ നിന്റെ അമ്മേനെ കത്തിച്ചു കഴിഞ്ഞു. പക്ഷേ അതിൽ അവരുടെ തെറ്റില്ല. ഞാനാണ് അവരെല്ലാവരെയും അവളുടെ എതിരായിട്ട് മാറ്റി. പക്ഷേ എന്തിനാ? എൻ്റെ അമ്മ നിനക്ക് എന്ത് തെറ്റാണ് ചെയ്തത്? നിന്റെ അമ്മയ്ക്ക് തീയ മന്ത്രങ്ങൾ അറിഞ്ഞു. പക്ഷേ അവൾ അതിനെ ജനങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ചില ആൾക്കാരെ കൊന്ന് അവരുടെ ആസ്തികൾ അടയാമെന്ന്. പക്ഷേ അവൾ പറ്റില്ല എന്ന് പറഞ്ഞു. അവൾ കരിഞ്ഞ ആ ശക്തികളെ നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ മന്ത്രവാദീനെ ഉപയോഗിച്ച് ഈ കാര്യം പൂർത്തിയാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പാപം, അവളും അത് ചെയ്തിട്ടില്ല. എന്നെയും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. അവൾ പൂജ ചെയ്തു ജനങ്ങളെ രക്ഷിക്കാനായിട്ട്. പിന്നെ ഞാൻ അയച്ച മന്ത്രവാദി ഒറ്റ രാത്രിയിൽ 10 പേരെ കൊന്നുകളഞ്ഞു. അവൾ സത്യം പറയുമെന്ന് ഞാൻ പേടിച്ചു. അത് കാരണം ഗ്രാമത്തിലെ ആൾക്കാരനെ അവൾക്കെതിരായിട്ട് തിരിച്ച് അവൾ തീയ മന്ത്രങ്ങൾ ചെയ്ത് ആൾക്കാരനെ കൊല്ലുന്നുവെന്ന് പറഞ്ഞു. അതിനുശേഷം അവരെല്ലാവരും അവളെ മരത്തിൽ കത്തിച്ചു. അങ്ങനെ ചെയ്തത് എൻ്റെ തെറ്റാണ്. ഇത് കേട്ടതും ശീതൾ ദേഷ്യത്തോടെ തലവന്റെ പാവയെടുത്ത് യോഗകുണ്ഡത്തിലേക്ക് എറിഞ്ഞു. തലവൻ അവിടെ തന്നെ ചാമ്പലായി മാറി. ശീതൾ, നിന്നെ കൊണ്ട് പറ്റിയാൽ എന്നെ ക്ഷമിച്ചേക്ക്. ഇവരെല്ലാവരെയും പകവിട്ടുന്നതിനേക്കാളും എൻ്റെ അടുത്ത് ഏതൊരു വഴിയുമില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്തോ അത് തന്നെയായിരിക്കും ചെയ്തിരിക്കുക. പക്ഷെ എനിക്ക് വാക്ക് നൽകൂ, നിങ്ങളുടെ ഈ കഴിവ് നിങ്ങളുടെ അമ്മയെപ്പോലെ ജനങ്ങളുടെ നല്ലതിനു വേണ്ടി ഉപയോഗിക്കണം. അജയ് ശീതളിന് പ്രോമിസ് ചെയ്തു. അതായത് ഇനി അവൻ
തന്റെ മന്ത്രതന്ത്രങ്ങൾ ഇനി മുതൽ അവൻ നല്ലതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കൂവെന്ന് മാധവ്പൂരിൽ പ്രചാരം ചെയ്തു. ഇനി ഗ്രാമത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന്. ജനങ്ങൾ വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.